കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? മനസ്സിലായോ? അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്നാ ബാക്കി നോക്ക്. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गली को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं। उन्होंने बेला को छोड़ दिया। बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था। उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वो खड़े खड़े अभी गिर जाएगी। सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर। ആ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ പാരഗ്രാഫില്? സുരേന്ദ്ര മാഷ് മാത്സിന്റെ അധ്യാപകനാണ്. അദ്ദേഹത്തിന് കുട്ടികൾക്കൊക്കെ വളരെ നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ ഈ PT പീരീഡ് കഴിയുന്നതിന് മുമ്പേ തന്നെ കുട്ടികളെല്ലാം മാത്സ് പീരീഡിന് വേണ്ടി റെഡിയായി 2 മിനിറ്റ് മുമ്പേ റെഡിയായി നിൽക്കും എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ബാക്കി एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया. एक दिन എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം സുരേന്ദർജി മാട്ട് സാബ് സുരേന്ദ്ര മാഷ് ബേലാക്കെ ബാലോമേ ബേലയുടെ ബാൽ എന്ന് പറഞ്ഞാൽ എന്താ? മുടി. ബാലോമേ പഞ്ച ഫസായ എന്ന് പറഞ്ഞാൽ എന്താ? കൈ ഇങ്ങനെ മുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു. पर शायद जिस गली को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. पर शायद എന്നാൽ ഒരു പക്ഷേ, ഷായത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പക്ഷേ. ജിസ് ഗലത്തി കോ പാക്കർ ഏത് തെറ്റ് കണ്ടിട്ടാണോ, വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്ക്നെ വാലേ ഥേ അദ്ദേഹം അവളുടെ മുടി പിടിച്ച് എറിഞ്ഞത്, ഇല്ലെങ്കിൽ മുടി ചുറ്റിപ്പിടിച്ച് വലിച്ചത്. വോ ഗലത്തി ഥി ഹി നഹി അത് അത്ര വലിയ തെറ്റൊന്നുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവളുടെ നോട്ട്ബുക്കില് അത്ര വലിയ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അവളുടെ മുടി ചുറ്റിപ്പിടിച്ച് അവളെ വേദനിപ്പിച്ചു. ഉനോനെ ബേലാക്കോ ഛോഡ് ദിയ പിന്നീട് അദ്ദേഹം അവളെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചേഹരക്കോ ദേഖ്കർ സാഹിൽ ബുരി തരേ ഡർ ഗയാ ഥാ ബേലയുടെ ആ പേടിച്ച് അവൾക്ക് അവളുടെ മുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ച സമയത്ത് ഈ അധ്യാപകൻ എന്താ ചെയ്യാൻ അവളെല്ലാം കൂടി ആകെ പേടിച്ചു. അവളുടെ ആ ഭയന്ന് നിൽക്കുന്ന മുഖം കണ്ടിട്ട്, ചേഹര എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം, ഫേസ് കണ്ടിട്ട് സാഹിൽ ബുരി തരേ ഡർ ഗയാ ഥാ സാഹിലോ നല്ല പോലെ പേടിച്ചു പോയിരുന്നു. उसने देखा कि बेला के पाव अभी भी कांप रहे हैं. ആ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഉസ്നെ ദേഖ അവൻ കണ്ടു. കി ഇവിടെ ഈ കി എന്താണ്? ഇടത് സൈഡിലാണ്, ഹ്രസ്വമായിട്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഇടത് സൈഡിലാണ് വള്ളിയിട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്? കി എന്തെന്നാൽ എന്നുള്ള അർത്ഥാണ്. ഉസ്നെ ദേഖ അവൻ കണ്ടു. എന്താ കണ്ടത്? ബേലാക്കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹേ ബേലയുടെ കാലുകൾ അപ്പോഴും വിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്ക് ആ മാഷ് അവളുടെ മുടി ചുറ്റിപ്പിടിച്ച് വലിച്ച് അവളെ വേദനിപ്പിച്ചപ്പോ ആ പേടി അദ്ദേഹം ആ പിടി വിട്ടിട്ടും നിന്നില്ല. അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്കിന് ബേലാക്കെ പാവ്. അപ്പൊ ആ കേ പ്രയോഗമില്ലേ, അത് കേ പാവാണ്. ബേലാക്കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹേ എന്തുകൊണ്ടാണ് അവിടെ കേ പാവ് എന്ന് വന്നത്? കാലുകൾ. പാവ് എന്താണ്? ഒരു കാലല്ല, കാലുകൾ. ബേലയുടെ 2 കാലുകൾ. അതുകൊണ്ടാണ് ബേലാക്കെ പാവ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എപ്പോഴും എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവളുടെ കാലുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ട്. ജൈസെ വോ ഖഡേ ഖഡേ അഭി ഗിർ ജായേഗെ. ജൈസെ എങ്ങനെയാണ്?
വോ ഖിടേ ഖിടേ അഭി ഗിർ ജായേഗി, അവൾ ഇപ്പൊ നിന്ന നിൽപ്പം തന്നെ, ഖിട എന്ന് പറഞ്ഞാൽ എന്താ, നിൽക്കുക. അപ്പൊ ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം വീണു പോകുമോ എന്ന് തോന്നും കണ്ടാല്. അങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗിർജാന എന്ന് പറഞ്ഞാൽ എന്താ, വീഴുക. ഗിർജായേഗി എന്ന് പറഞ്ഞാലോ വീണു പോകും, ഇപ്പം വീണു പോകും എന്ന സ്ഥിതിയിലാണ് അവളുടെ നിൽപ്പ്. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. സുരേന്ദ്ര മാഷ് അവളുടെ നോട്ട്ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട്, ജഗഹ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥലം. ബൈഠ്നേക്ക് ജഗഹ് എന്ന് പറഞ്ഞാൽ അവളുടെ ഇരിപ്പിടത്തിന്റെ അടുത്തേക്ക് ഫേങ്തേ ഹുവേ, ഫേങ്ന എറിയുക, ഫേങ്തേ ഹുവേ കഹ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ബൈഠ് അപ്പനി ജഗഹ് പർ, പോയി നിന്റെ സീറ്റിലിരിക്കുന്നു. എന്താ പറഞ്ഞത്, ബൈഠ് അപ്പനി ജഗഹ് പർ, നീ പോയി നിന്റെ സീറ്റിലിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ ബുക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. മനസ്സിലായോ? ബാക്കി നോക്കാം. बाकी नोकिए. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वो उसके पास आकर बैठी उससे नज़र नहीं मिला पाई. बेला का मन बहुत खराब हो गया. मट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. എന്താണ് ബേലയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ, ബേലയ്ക്ക് വല്ലാതെ വിഷമം തോന്നി. ഖരാബ് എന്ന് പറഞ്ഞാൽ എന്താ, വിഷമം. മട്ട് സാബ് ചാഹേ മുझे പീട്ട് ലേത്തെ, അധ്യാപകന് എന്നെ അടിക്കാമായിരുന്നു. മഗർ, വേണമെങ്കിൽ അദ്ദേഹം എന്നെ അടിച്ചോട്ടെ. മഗർ സാഹിൽ കെ സാമനെ നഹി, എന്നാൽ ആരുടെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു, സാഹിലിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹിലിന്റെ മുന്നിൽ നിന്ന് ആ അടി കിട്ടിയത്, ആ മാഷോട് ആ ചീത്ത കേട്ടത് അവൾക്ക് വല്ലാത്ത, അവളെ വളരെയധികം വിഷമിപ്പിച്ചു എന്ന്. മനസ്സിലായോ? वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾ സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിലെ, ഖുദ് കോ ഷർമിന്ദ മഹസൂസ് കർ രഹി, അവൾക്ക് വളരെ, അവൾ അവന്റെ മുന്നിൽ നാണം കെട്ടുപോയി. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ എന്താ, ലജ്ജ, നാണക്കേട്. അപ്പൊ നാണം കെട്ടുപോയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ക്യോങ്കി वो जानती थी कि वो साहिल की नजर में बहुत अच्छी है. क्योंकि എന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ടെന്നാൽ, അവൾക്കറിയാമായിരുന്നു. वो जानती थी, അവൾക്ക് അറിയാമായിരുന്നു. എന്തെന്നാൽ, കി എന്താണ്, എന്തെന്നാൽ, वो साहिल की नजर में बहुत अच्छी है, അവൾ സാഹിലിന്റെ കാഴ്ചപ്പാടിൽ വളരെ നല്ല കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, സാഹിലിന് അവളെ പറ്റി വലിയൊരു മതിപ്പുണ്ട്. എന്താണ്, അവൾ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, അവൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. അപ്പോഴാണ് ഇവൾക്ക് ആ മാഷോട് അടി കിട്ടുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായി അവന്റെ മുന്നിൽ എന്ത് തോന്നും, നാണക്കേട് തോന്നില്ലേ? അതാണ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ, സാഹിലിന്റെ നോട്ടത്തിലെ കാഴ്ചപ്പാടില് അവൾ വളരെ നല്ല കുട്ടിയാണ്. ജബ് വോ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. ജബ്, ജബ് തബ് എന്നുള്ള പ്രയോഗമുണ്ട്. ജബ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോൾ, എപ്പോഴാണോ അവൾ ഉസ്കെ പാസ് ആക്കർ ബൈഠി, അവന്റെ മുന്നിൽ, അവന്റെ അടുത്ത് വന്നിരുന്നത്, ഉസ്സെ നസർ നഹി മിലാ പായി, അവനെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അത്രയും നാണം കെട്ട പോലെ അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അവന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. മനസ്സിലായോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജബ് വോ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യൂ. എന്താണ്, അവൾക്ക് എപ്പോഴാണോ അവൾ സാഹിലിന്റെ അടുത്ത് വന്നിരുന്നത്, അപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ക്യൂ, എന്തുകൊണ്ട്? ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അവൾക്ക് അവന്റെ മുന്നിൽ വന്നിരിക്കാൻ പറ്റാതിരുന്നത്? സാഹിലിന്റെ കാഴ്ചപ്പാടിൽ ബേല എങ്ങനെയുള്ള കുട്ടിയാണ്? വളരെ നല്ല കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മാഷിനടുത്തുനിന്ന് ചീത്ത കേൾക്കുകയോ അടി കിട്ടുകയോ ചെയ്യുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് തോന്നും, നാണക്കേടായി തോന്നില്ലേ? അതാണ് അതിന്റെ ആൻസർ വരിക. എന്താണ്, സാഹിൽ കി നസർ മേ ബേല ബഹുത് അച്ചി ലഡ്കി ഹെ.
മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് അവൾക്ക് അവന്റെ മുഖത്തേക്ക് അവനെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ വന്നത്. അപ്പൊ അത്രയും നല്ല കുട്ടിക്ക് മാഷ് അടുത്തുനിന്ന് എന്ത് വഴക്ക് കേട്ടില്ലേ? പിന്നെ അപ്പൊ അവൾക്ക് ആ ലജ്ജ കാരണം അവന്റെ മുന്നിൽ മുഖത്ത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തു വെക്കുക. ബാക്കി നോക്കാം. മനസ്സിലായില്ലേ എത്രയും നേരം സമയം പറഞ്ഞത്? दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी। कोई उसे होए सफेद पट्टी कह रहा था, तो कोई सुल्ताना डाकू, तो कोई कुछ और कहकर चिढ़ा रहा था। ദീപാവലിക്ക് छुट्टियों के बाद എന്താണ്? ദീപാവലിയുടെ ലീവിന് ശേഷം. കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, ചുട്ടി ലീവ്. അപ്പോൾ ദീപാവലി കഴിഞ്ഞ് സ്കൂള് പോകുന്ന സമയത്ത് ജബ് സ്കൂൾ ഖുലാത്തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബന്ദി ഥി. ദീപാവലിയുടെ ലീവ് കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ എന്തുണ്ട്? സഫേദ് പട്ടി ബന്ദി ഥി. സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബാൻഡേജ് ഇടൂലേ? മുറിവ് പറ്റിയിട്ട് ബാൻഡേജ് ഇടുന്നതിനാണ് എന്ത് പറയാ? പട്ടി ബാന്തിന എന്ന് പറയാ. അപ്പൊ അവളുടെ തലയിൽ എന്തോ ഒരു കെട്ടുണ്ടായിരുന്നു. കോയി ഉസേ ഹോയെ സഫേദ് പട്ടി കഹ് രഹാ ഥാ. ചിലർ അവളെ വെള്ള ബാൻഡേജുകാരിയെന്നും മറ്റു ചിലരോ സുൽത്താന ഡാക്കു. സുൽത്താന ഡാക്കു എന്ന് പറഞ്ഞാൽ എന്താ? കൊള്ളക്കാരുടെ രാജ്ഞി എന്നൊക്കെ വിളിച്ച് അവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ये क्या हो गया बेला? സാഹിൽ ने परेशान होते हुए पूछा. അവരൊക്കെ അവളെ കളിയാക്കിയതാ. അപ്പോ സാഹിൽ കളിയാക്കാനൊന്നും പോയില്ല. ये क्या हो गया बेला? അപ്പൊ സാഹിൽ എന്താ ചോദിച്ചത്? എന്ത് പറ്റി ബേല? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. സാഹിൽ എങ്ങനെയാണ് ചോദിച്ചത്? വളരെ വിഷമത്തോടുകൂടി. സാഹില് വളരെ വിഷമത്തോടുകൂടി അവളോട് ചോദിച്ചു, ഇതെന്താ ബേല പറ്റിയത്? ഛദ് സേ ഗിർ ഗയി. बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए, आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. എന്താണ്? അപ്പം ബേലയോട് സാഹിൽ ചോദിച്ചു, വളരെ വിഷമത്തോടു കൂടിയാ ചോദിച്ചത്, നിനക്ക് എന്താ പറ്റിയെന്ന്. അപ്പൊ ഛത് സേ ഗിർ ഗയി എന്താ പറഞ്ഞത്? ടെറസിൽ നിന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ. ബേല എങ്ങനെയാ പറഞ്ഞത്? ചിരിച്ചും കൊണ്ട്. എന്ന് പറഞ്ഞാൽ ബേലയ്ക്ക് ഇത് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇവളുടെ തലയിലുള്ള ആ കെട്ട് ആരെ വിഷമിപ്പിച്ചിട്ടുണ്ട്? സാഹിലിനെ. അപ്പൊ അതുകൊണ്ട് അവൻ വളരെ വിഷമത്തോടു കൂടി ചോദിച്ച്. അപ്പോൾ ഇവള് പറഞ്ഞു, ഞാൻ ടെറസിൽ നിന്ന് വീണതാണ്, കുറെ ദിവസമായി എന്നുള്ള ഭാവത്തില്. അവർ കഹ എന്നിട്ട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗയേ. എന്താ പറഞ്ഞത്? ബഹുത് ദിൻ ഹോ ഗയേ, വളരെ ദിവസം, കുറച്ച് ദിവസമായി. ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഖേലേങ്കെ. ഇന്ന് ഖേൽ ഖണ്ഡി മേ, ഇന്ന് PT പീരീഡില് നമുക്ക് എന്താക്കാം? ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഖേലേങ്കെ. ഗാന്ധി ചൗക്കില് നമുക്ക് ഓടി തുള്ളി തൊട്ട് കളിക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ തൊടുന്നതിനാണ് എന്ത് പറയാ? ലങ്കടി ടാങ്ക് ഖേൽന എന്ന് പറയാ. മനസ്സിലായോ? ലങ്കടി ടാങ്ക് ഖേൽന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കാലിൽ തുള്ളി തൊട്ട് കളിക്കുക. ഒറ്റക്കാലുള്ള ചാട്ടം എന്ന് പറഞ്ഞാൽ അതിന് വേറെന്തോ, നിങ്ങൾ വേറെ എന്തെങ്കിലേക്കും പറയുക. അപ്പോൾ അതാണ്, ആ കളി കളിക്കാം എന്ന് ബേല സാഹിലിനോട് പറഞ്ഞു. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. नहीं खेलेंगे, കളിക്കൊന്നും വേണ്ട. तेरे सिर में फिर से लग जाएगी तो, നിന്റെ തലയിൽ വീണ്ടും മുറിവ് പറ്റിയാലോ എന്ന് പറഞ്ഞാൽ മുറിവിന് എന്തെങ്കിലും പറ്റിയാലോ, ഇനിയിപ്പോ തുള്ളി തൊട്ട് കളിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് ആര് പറഞ്ഞു? സാഹില് പറഞ്ഞു.